ഹലോ. ഇന്ന് കുറച്ച് വൈകി. കുറച്ചല്ല, ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഞാൻ എത്ര വൈകിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം ഹെക്ടിക് ഡേ ആയിരുന്നു. രാവിലെ മുതൽ ഫുൾ ഓട്ടം തന്നെയായിരുന്നു. ഉം, ആ അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റത്ത് നേരെ മെഡിറ്റേറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്തു. പിന്നെ പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായി. വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വരാന്ന് വെച്ചിട്ടുണ്ടായി. പക്ഷെ നല്ല ഹെക്റ്റിക്കായി, നല്ല പണിയായി. പിന്നെ അതിന് ശേഷം കുറച്ച് കറക്കവും ഇതൊക്കെ ആയിട്ട് ഫുള്ള് ഫുള്ള് ബിസിയായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടാകാൻ തോന്നുന്നുണ്ട്. പറയുന്നത് ചെറിയൊരു ഇതുണ്ടാവും. ഈ ടൈമൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് വണ്ടിയുടെ ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് ഉം, ആ ഒരു ഇതിലായിരുന്നു. അപ്പൊ എനിക്ക് ഈ ബാക്കി നമ്മളെ റീഡിങ്ങും ജേർണലിങ്ങും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായില്ല രാവിലെ തന്നെ. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. എന്നിട്ട് ഞാൻ വന്നിട്ട് രാത്രി വന്നിട്ട് പവർ നാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് ജേർണലിങ് ചെയ്തത്. അതിന് ശേഷം ബുക്ക് വായിച്ചു തീർത്തു. നമ്മളങ്ങനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്കില് ഞാൻ പറഞ്ഞു, പേര് മറന്നു. ഖലീൽ ജിബ്രാന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ബുക്കായിരുന്നു, 100 പേജ് ഉണ്ടായുള്ളൂ. ആ ബുക്ക് നമ്മൾ തീർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അതുകൊണ്ട് അതൊരു 10 പേജ് വായിച്ചപ്പോഴേക്കും ആ ബുക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മള് അമർത്യ സെന്നിന്റെ ഒരു ഒന്നൊന്നര എസ്സേ കൂടി വായിച്ചു. അപ്പൊ അങ്ങനെ. അപ്പൊ ഞാനിന്ന് അധികം നീട്ടണല്ല. ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 7 ദിവസത്തെ, അപ്പോൾ നമ്മളെ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പൊ 7 ദിവസമായി. അപ്പൊ ഈ 7 ദിവസത്തെ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. അപ്പൊ ഈ 7 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ വർക്കൗട്ട്, നമ്മുടെ എക്സസൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ 7 ദിവസത്തെ മുമ്പ് തന്നെയും ഇപ്പോൾ തന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് വൈസ് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സ്ട്രെങ്ത് വൈസും ഫ്ലെക്സിബിലിറ്റി വൈസും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാനിപ്പോൾ മെയിനായിട്ട് എയിം ചെയ്യുന്ന ഫങ്ഷണൽ ഫിറ്റ്നസ് ആണ്. ഞാനിപ്പോൾ കാലിസ്തനിക്സ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആഹ് നമ്മുടെ ഈ ചാലഞ്ച് തുടങ്ങിനേക്കാളും ഒരു മാസം മുന്നേ ഏകദേശം ഞാൻ അതിന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വയസ്സ് നോക്കുമ്പോൾ ഈ ഒരു ആഴ്ച കൊണ്ട് എനിക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്ട്രെങ്ത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാനുള്ള, ഞാൻ ഈ 7 ദിവസം കൊണ്ടാണ് ഇത്ര ചേഞ്ച് ഉണ്ടായത് ഞാൻ പറയാനുള്ള. അതിന് മുന്നത്തെ കുറെ വർക്കുണ്ട്. പക്ഷെ 7 ദിവസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു നമുക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് വേറെ മെയിൻ ആയിട്ട് നമുക്കൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പൊ എക്സസൈസിന്റെ കാര്യം എങ്ങനെയാണ്. അടുത്ത നമുക്ക് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കാര്യം പറയുകയാണെങ്കിൽ, മെഡിറ്റേഷൻ കൊണ്ട് എനിക്ക് ഇപ്പോൾ ഡ്രാസ്റ്റിക് ആയ ചേഞ്ചസ് ഞാൻ പൊതുവെ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും പറയുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയ ചേഞ്ചസ് ഒന്നും ഞാൻ കണ്ടു തുടങ്ങിയിട്ടില്ല. ഒബ്വിയസ്ലി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തോട്ട്സ് കുറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് മെഡിറ്റേഷനിലേക്ക് ഫ്ലോയിലേക്ക് വരുന്നുണ്ട്. അതൊരു ഇത് തന്നെയാണ്. പക്ഷെ അതിന് സ്പിൽ ഓവർ എഫക്റ്റ് ലൈഫിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ഞാൻ പൊതുവെ ജനറലി കുറച്ച് കാമറായിണ്ടെന്നാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്കത് അത്രയ്ക്ക് ചേഞ്ച് കണ്ടുകൊണ്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് പറയാനായിട്ട് എനിക്കില്ല. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു 7 ദിവസം കൊണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ കാര്യം എങ്ങനെയാണ്. അടുത്ത ജേർണലിങ്ങിന് പറയാനുള്ളത്, ജേർണലിങ്ങിൽ അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം എനിക്ക് തോട്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ കുറച്ചുകൂടി നന്നായി അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പോരായ്മകൾ, എൻ്റെ പ്രശ്നങ്ങൾ, ഞാൻ എന്തൊക്കെ സംഭവിക്കണമാണ് ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഞാൻ ഉഴപ്പാൻ ചാൻസ് കൂടുതൽ. ആ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ജേർണലിൻ്റെ കാര്യത്തിൽ. അതാണ് ജേർണലിൻ്റെ. പിന്നെ നമ്മുടെ ലാസ്റ്റായിട്ട് ബുക്ക് വായനയുടെ കാര്യത്തിൽ പറയാനാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ ഒരു ആഴ്ച കൊണ്ട് എനിക്ക് അച്ചീവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ബുക്ക് തീർത്തു. ഖലീൽ ജിബ്രാന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ തീർത്തു. അമർത്യ സെന്റെ കുറച്ച് വായിക്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം. ക്വാണ്ടിറ്റിനേക്കാളും ഉപരി ക്വാളിറ്റിയിൽ കുറച്ച് ഫോക്കസ് ചെയ്യാൻ ഞാൻ തോന്നുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി ബാക്കി ദിവസങ്ങളായി കുറച്ചുകൂടെ വർക്ക് ഇടണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു 7 ദിവസത്തെ റിവ്യൂ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ സംഭവമുണ്ട്. എൻ്റെ മെയിൻ ശത്രു അത് ഞാൻ തന്നെയാണ്. എൻ്റെ മടിയാണ് എൻ്റെ മെയിൻ ശത്രു. ഇപ്പോൾ റൊണാൾഡോയും നമ്മുടെ ഡേവിഡ് ഗോഗിൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്
അതൊരു ഈസി പാത്തല്ല. എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ. എല്ലാ ദിവസവും ഫൈറ്റ് തന്നെയാണ്. എല്ലാ ദിവസം വാർ അഗെയിൻസ്റ്റ് യുവർ സെൽഫ് ആണെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൺസിസ്റ്റൻ്റ് മുന്നേ പറഞ്ഞില്ല, ഞാൻ ആയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു 7 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ആ ഫീലിംഗ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം നല്ല വർക്ക് കിട്ടാൻ മാത്രമേ എനിക്ക് ഈ സാധനം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വാർ അഗെയിൻസ്റ്റ് മീ അത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുന്നത്. അത് എനിക്ക് ഈ 7 ദിവസം കൊണ്ട് മനസ്സിലാക്കി തന്ന ഒരു മെയിൻ ഇൻസൈറ്റ് ആണത്. ഡിസിപ്ലിനെ പറ്റിയിട്ട്, കൺസിസ്റ്റൻസിനെ പറ്റിയിട്ട്. അപ്പോൾ അത്രയൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല ഉറക്കം വരണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ മുഖം കാണുമ്പോൾ ആകെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളപ്പോൾ അതിൽ നിന്ന് കിട്ടണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം.